സുഹൃത്തുക്കളെ, നമ്മളിൽ ചില ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ നാവ് കടിക്കാറുണ്ട്, ചിലപ്പോൾ ചുണ്ട് കടിക്കാറുണ്ട്, ചിലപ്പോൾ ഉള്ളിൽ കവിള് കടിക്കാറുണ്ട്. അതിൻ്റെ കാരണം പലർക്കും അറിയില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം, എൻ്റെ അറിവ്. അതായത് നമ്മൾ ഭക്ഷണം വായിലിട്ട് ചവച്ചിറക്കി കഴിക്കുക എന്നുള്ളതൊരു പ്രോസസ്സാണത്. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ബോഡിയുടെ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ അതിൻ്റേതായിട്ടുള്ള അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തെറ്റുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇനി അതിൻ്റെ ബാക്കി കാര്യം പറയാം. അതായത് ഭക്ഷണം നമുക്ക് അരച്ചാൻ വയറ് എന്ന് പറയുന്നത് ആമാശയത്തിൻ്റെ ലെങ്ത്താണിത്. ഈ ആമാശയത്തിന് കാലിയാണെങ്കിലാണ് നമുക്ക് വിശപ്പുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ ഫില്ലിങ് അനുസരിച്ചാണ് നമ്മുടെ വിശപ്പ് കിടന്നത്. അതാണ് നമ്മുടെ വിശപ്പ്. അപ്പോൾ ഈ ഭക്ഷണത്തിന് വേണ്ടിയാണ്, ഈ വിശപ്പിന് വേണ്ടിയാണ് നമ്മൾ അത് പരിഹരിക്കാനായിട്ടാണ് ഈ കാണാവുന്ന കസരത്തൊക്കെ നമ്മൾ കഴിക്കുന്നത്. ബിസിനസ് ചെയ്യുന്നു, ജോലി എടുക്കുന്നു, ഉറക്കം ഒഴിയുന്നു, കഷ്ടപ്പെടുന്നു. അതേസമയത്ത് നമുക്ക് വിശപ്പില്ലെങ്കിലോ ഇതിന് വല്ലതിനും പോകുമോ? വെറുതെ വീട്ടിൽ കിടന്നുറങ്ങും നമ്മൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വന്ന് വെച്ചിരിക്കുന്ന ഭക്ഷണം അതിനെ നമ്മൾ ബഹുമാനിക്കണം, ദൈവത്തോട് നന്ദി പറയണം ആദ്യം. മനസ്സിലായോ? എന്നിട്ടുള്ളത് അത് കഴിക്കാൻ തുടങ്ങാൻ. അത് കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പിനാണ് ഇത് കഴിക്കുന്നത്. ആ ഓർമ്മ നമുക്ക് വേണം. നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുകയോ നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ടി വി മറ്റുള്ള കാര്യങ്ങളോ കാണുകയോ ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിപ്പോവും. അങ്ങനെയാണ് ഈ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, നമ്മുടെ വായിൽ പല്ലാണ് ചവക്കുന്നത്, ഭക്ഷണം ചവക്കുന്നത്. നമ്മൾ പല്ലിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നില്ല, അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ നേരെ വായിലേക്ക് വെക്കുന്നു. ഈ സാധനം ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ നാവ് കൊണ്ട് തള്ളി പല്ലിൻ്റെ ഇടയിലേക്ക് വെച്ച് കൊടുക്കാറുണ്ട്? ഇല്ല. അത് ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പല്ല് ഒന്ന് ചവച്ച് പുറത്തേക്ക് വരുമ്പോൾ അതിനടുത്തത് തട്ടി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതൊരു റൊട്ടേഷൻ സിസ്റ്റമാണ്. അത് നാവ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? നമ്മൾ പല്ലിൻ്റെ ഉള്ളിലേക്കൊന്നും വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ആ സിസ്റ്റം ഒരു അലൈൻമെൻറ്റ് ഉണ്ട് അതിന്. അപ്പോൾ നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്നു, ആ ചിന്തയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അതേപോലെ തന്നെ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. അതേസമയത്ത് നമ്മൾ സംസാരിക്കുക, നമ്മൾ വാ വിളിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ വായ പൊങ്ങുമ്പോൾ കവിളിൻ്റെ അലൈൻമെൻറ്റ് മാറും. കവിള് ഉള്ളിലേക്ക് കയറിയിട്ട് പല്ല് കടിക്കും. അതുപോലെ നാവും പല്ലിൻ്റെ ഇടയിലേക്ക് കയറും. കാരണം സാധാരണ പല്ലിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിൻ്റെ അകത്തുനിന്ന് അതിൽ വ്യത്യാസം വരും. അപ്പോൾ പല്ല് കടിക്കും. അതുപോലെ തന്നെ ഈ ചുണ്ട് ഈ രണ്ട് പല്ലിൻ്റെ ഇടയിൽ പോയിട്ട് കടിക്കും. ഇതാണ് ഇതിൻ്റെ സംഭവം, വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ സംസാരിക്കുവാനോ ചിന്തിക്കുവാനോ ഇതുപോലെ ടി വി മറ്റുള്ള യൂട്യൂബ് അതുപോലെ സാധനങ്ങളൊന്നും കഴിക്കാനോ കാണുവാനോ നമ്മൾ പാടില്ല. പക്ഷെ നമ്മൾ ബഹുമാനത്തോടെ ആ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ മാത്രമേ അതിൻ്റെ ശരിയായ രൂപത്തിലുള്ള ഡൈജഷനും നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.